ശ്രീ വി പി ശ്രീപത്മനാഭൻ, സിസ്റ്റത്തിന് പോരായ്മകൾ ഉണ്ടാവും, മനുഷ്യരുണ്ടാക്കുന്ന സിസ്റ്റമാണല്ലോ. പക്ഷേ സിസ്റ്റം അപ്പാടെ ഫെയിൽ ആവുക, പരാജയപ്പെടുക എന്നുള്ളത് ആശങ്കാജനകമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വിശ്വസിച്ച് അവിടെ ചികിത്സയ്ക്ക് കൂട്ടിരിപ്പിന് വന്ന ഒരു സ്ത്രീക്ക് ഇതുപോലൊരു ദാരുണാന്ത്യം വരിക എന്ന് പറയുന്നത് കേരളത്തെ ആകെ ഉലച്ചു കളയുന്നുണ്ട്. എന്തിന്റെ സൂചനയായി താങ്കൾ കാണുന്നു ഇതിനെ? അതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് പറഞ്ഞത്, ഈ ബിൽഡിങ്ങിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിൽ കിടപ്പ് രോഗികളുണ്ട്, അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള രോഗികളുണ്ട്, ഓപ്പറേഷൻ കാത്തുകിടക്കുന്നവരുമുണ്ട്. ഇവരെ സ്ട്രക്ചറിൽ എടുത്ത് ഓടിയതാണ് ഇത് ഒരു ഭാഗം ഇടിഞ്ഞപ്പോൾ എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ കിടപ്പ് രോഗികളുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞപ്പോൾ അവരെ എടുത്ത് ഓടിയതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബാത്റൂം സ്ഥിരമായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ കുപ്പ കൂട്ടിയിട്ടൊന്നുമില്ല, ഇത് ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം, അവിടുത്തെ നടത്തിപ്പുകാർക്ക് അറിയാം. എന്നിട്ടും അവർ മന്ത്രിയോട് തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ അതിന് പലരും ഉത്തരം പറയേണ്ടി വരും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന ഒരു പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിലുള്ള പോരായ്മയാണ്. അതാണ് കേരളത്തിൻ്റെ ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങൾക്കും കാരണം. മരുന്നുകൾ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കമ്മിയാണ്, ഉപകരണങ്ങളുടെ ലഭ്യത കമ്മിയാണ്, ബിൽഡിങ്ങുകൾ കാലപ്പഴക്കം ചെന്നതാണ്, നിലവിലുള്ള ബിൽഡിങ്ങുകൾക്ക് സൗകര്യം പോരാ. ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് താങ്ങാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതിയുണ്ട്, 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. ആ പദ്ധതി പ്രകാരം കേരള ഗവൺമെൻറ് ഒരുപാട് സ്വകാര്യ ആശുപത്രികൾക്ക് പണം കൊടുക്കാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 300 കോടിയോളം രൂപ ഡ്യൂ ആണ്. അത് കാരണം പല സ്വകാര്യ ആശുപത്രികളും ഇന്ന് ആ സ്കീമിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഈ സ്കീമിൽപ്പെട്ട രോഗികളെ അവർ ചികിത്സിക്കുന്നില്ല. ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അവർ പൈസ വാങ്ങിയിട്ടേ ചികിത്സിക്കുള്ളൂ. ഈ പദ്ധതി അവർ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നേരത്തെ അവിടെ പോയിരുന്ന, അതായത് ഈ കാരുണ്യ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യമുള്ളത് കൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്ന രോഗികൾ കൂടി ഇപ്പോൾ തിരിച്ച് സർക്കാർ ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തിരക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഇൻഫ്രാസ്ട്രക്ചർ പോരായ്മയും ഇത്തരത്തിലുള്ള തിരിച്ചുവരവ്, രോഗികളുടെ തിരിച്ചുവരവും കൂടി കൂടുമ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ രംഗത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോരായ്മ പരിഹരിക്കാൻ പെട്ടെന്നുള്ള നടപടി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതോടൊപ്പം ഈ കുടിശ്ശിക അടച്ചു തീർക്കണം. സ്വകാര്യ ആശുപത്രികൾക്ക് ഈ പദ്ധതി ഇനത്തിൽ കൊടുക്കാനുള്ള കുടിശ്ശിക അടച്ചു തീർക്കണം. സ്വകാര്യ ആശുപത്രിക്കാരെ വിശ്വാസത്തിലെടുക്കണം, ഈ പദ്ധതി നടപ്പിലാക്കിയവരെ. അപ്പോൾ കുറേ രോഗികൾ അങ്ങോട്ട് പോകും. അപ്പോൾ അത് സർക്കാർ ആശുപത്രികളിലെ ബർഡൻ കുറയ്ക്കും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ നാട്ടിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാരിന് ശ്രദ്ധ വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.